ഹേ ഗൈസ്, വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. അങ്ങനെ നമുക്ക് സോണി പിക്ചേഴ്സിൽ നിന്ന് രണ്ട് ഹൈ ലെവൽ എക്സ്ക്ലൂസീവ്, സാധാ ചെറിയ എക്സ്ക്ലൂസീവ് അല്ല, ഹൈ ലെവൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ട്. ഇത് ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ട് പറ്റിക്കാൻ ഇടുന്നതല്ല. ഒത്തിരി പേര് ഈ അപ്ഡേറ്റ് ഇട്ടെടുത്ത് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കണ്ടു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സിനിമാക്കോൺ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഇപ്പോൾ US നടക്കുന്നുണ്ട്. അതിൽ സോണി പിക്ചേഴ്സിൻ്റെ പാനൽ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് WB, യൂണിവേഴ്സൽ, ഡിസ്നിയുടെ ഒക്കെ പാനൽ വരുന്നുണ്ട്. മിക്കവാറും WB പാനലിൻ്റെ പാർട്ടായിട്ട് സൂപ്പർമാൻ്റെ അടുത്തൊരു ട്രെയിലറും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോണിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഹൈ ലെവൽ ഐറ്റംസ്, ഒന്ന് ടോം ഹോളണ്ടിൻ്റെ MCU സ്പൈഡർമാനിലെ 4ാമത്തെ സിനിമ. അതിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ വന്നിരിക്കുകയാണ് ബ്രാൻഡ് ന്യൂ ഡേ. സോ 3 സിനിമകളും ആദ്യം വന്നത് ഹോം എന്നായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഫാൻ മെയ്ഡായിട്ട് ഹോം വെച്ച് കുറേ ടൈറ്റിൽസ് ഉണ്ടാക്കുന്നത് കണ്ടു. പക്ഷേ ആ ഒരു ഹോം എന്നൊരു ബ്രാൻഡിങ് അവർ മൊത്തത്തിലെടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി ബ്രാൻഡ് ന്യൂ ഡേ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്പൈഡർമാൻ MCUവിൽ ഒരു ബ്രാൻഡ് ന്യൂ എറയാണല്ലോ ഈ ഒരു സിനിമയിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. നോ വേ ഹോമിൻ്റെ എൻഡിങ്ങിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഡെസ്റ്റിൻ ഡാനിയൽ ക്രെട്ടോനാണ്. അത് ഷാങ്ജി ഡയറക്റ്റ് ചെയ്ത സെയിം ഡയറക്ടർ. സോ പുള്ളിക്കാരനായിരുന്നു ആക്ച്വലി അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സമയത്ത് ആ സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പിന്നെ കുറേ ക്രിയേറ്റീവ് ഡിഫറൻസ് ഒക്കെ കാരണം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവഞ്ച്വലി അതിപ്പം ഡൂംസ്ഡേ ആയിട്ട് മാറിയിട്ടുണ്ട്. പുള്ളി തന്നെയാണ് വരാനിരിക്കുന്ന വണ്ടർമാൻ സീരീസും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 2026 ജൂലൈ 31 സിനിമ റിലീസാവും. അങ്ങനെ സ്പൈഡർമാൻ്റെ ഒത്തിരി കാലമായിട്ട് നമ്മൾ കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു മൂവി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നെങ്കിലും ടൈറ്റിൽ നമുക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞൊരു ഹോം റിലേറ്റഡ് എക്സ്പെക്ട് ചെയ്തു. എന്തായാലും നമുക്ക് ബ്രാൻഡ് ന്യൂ ഡേ ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു രസകരമായ കാര്യം, ഇതിൻ്റെ ലോഗോ ശ്രദ്ധിച്ച് അറിയാം, ഇത് ഒരു MCU സ്പൈഡർമാൻ ലോഗോ അല്ല, ഇത് അൾട്ടിമേറ്റ് സ്പൈഡർമാൻ്റെ ഒക്കെ ലോഗോ പോലാണ് ഇരിക്കുന്നത്. പക്ഷേ MCU ആയതുകൊണ്ട് തന്നെ ലോഗോ പിന്നീട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ ഈ ഒരു ലോഗോയാണ് എനിക്ക് പഴയ ലോഗോയെക്കാട്ട് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അടുത്ത മെയിൻ അപ്ഡേറ്റ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് കിട്ടുന്നത് മൈൽസ് മൊറാൽസ് സ്പൈഡർമാനും മൈൽസ് മൊറാൽസ് പ്രൗളറും തമ്മിലുള്ള ഫൈറ്റ് സീനാണ്. അതിൻ്റെയാണ് കൂടുതൽ ഫോട്ടോസും അവർ റിലീസാക്കിയിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് സ്പൈഡർ ഗ്വെൻ മൈൽസിനെ കണ്ടുമുട്ടുന്നൊരു സീനാണ്. ഒരു ഇമോഷണൽ സീനാണ്, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് നമുക്ക് റിലീസ് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ജൂൺ 4, 2027 ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് റിലീസാവും. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇവരിത് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് തന്നെ ഇവരിതൊക്കെ തീർക്കുമെന്ന്. കാരണം അത്രയും വൻ രീതിയിൽ ആനിമേറ്റ് ചെയ്യുന്ന മൂവിയാണ്. മേ ബി ഒരുമിച്ച് പ്രൊഡക്ഷൻ പോയതാണെന്നൊക്കെ കരുതി. പക്ഷേ ഇവഞ്ച്വലി അത് ഡിലേ ചെയ്ത് ഒരു പോയിന്റ് ഫാൻസ് വരെ പേടിച്ച് ഈ പടം ക്യാൻസലായി പോയി. ഇടയ്ക്ക് സോണി വന്നിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. പക്ഷേ ക്യാൻസലൊന്നും ആയിട്ടില്ല. അടുത്ത വർഷം നമുക്ക് സ്പൈഡർമാൻ 4, അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ജൂണിൽ കിട്ടും. അതിനടുത്ത വർഷം 2027 ബിയോണ്ട് ദ സ്പൈഡർവേഴ്സും കിട്ടും. ഇച്ചിരി ലേറ്റ് ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പടം വരുന്നതാണല്ലോ നമുക്കും താല്പര്യം. ഇപ്പം അക്രോസ് സ്പൈഡർവേഴ്സ് വരാനും കുറച്ച് ലേറ്റായി, പക്ഷെ നമുക്ക് കിട്ടിയ പടം ആ ലെവലായിരുന്നല്ലോ. സോ അതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ബിയോണ്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി കാലം കൂടെ മാർവലിൽ നിന്ന് ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന 2 അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒബ്വിയസ്ലി ഡൂംസ്ഡേയുടെ ഒരു കാസ്റ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സൈറ്റിംഗ് ആയത് ഒറിജിനൽ എക്സ്മെൻ കാസ്റ്റും പിന്നെ ലോക്കി ആയിട്ട് ടോം ഹിഡ്ലസൻ്റെ തിരിച്ചുവരവുമാണ്. പക്ഷേ ഓണസ്റ്റ്ലി നമ്മളെല്ലാവരും അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു ഇവരെല്ലാവരും വരുമെന്ന്. ഒന്നുകിൽ ഡൂംസ്ഡേ അല്ലെങ്കിൽ സീക്രട്ട് വാഴ്സ്. അതിപ്പോൾ ഡൂംസ്ഡേ ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു കിക്ക് കിട്ടുന്ന അപ്ഡേറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഒരു BTSയുടെ ഫസ്റ്റ് ലുക്ക് 1 ലെവൽ കിക്ക് വരുന്നൊരു സാധനമായിരുന്നു. അതേപോലെ സ്പൈഡർമാൻ 4 ഇപ്പം നമുക്ക് ഒഫീഷ്യലി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആയിരിക്കുകയാണ്. അപ്പോൾ സോണിയുടെ പാനൽ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി അങ്ങോട്ട് ഡിസ്നിയുടെയും WBയുടെ ഒക്കെ പാനൽസ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തായാലും ഉടനെ തന്നെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുകൊടുക്കുന്നതായിരിക്കും. ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.